ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു ഈസി സ്നാക്കാണ്. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 6 സ്ലൈസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഒരുപാട് കട്ടിയുള്ള സൈഡല്ല എങ്കിൽ നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ കുറച്ച് പാല് വേണം. പാല് ഒരു 6-7 ടേബിൾ സ്പൂൺ പാല് മതി. അപ്പോൾ ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്കിത് കൈകൊണ്ട് ചെറിയ പീസസ് ആക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ചെറിയ പീസസ് ആക്കുവാണ്. എല്ലാം ചെറിയ പീസസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാല് ഒഴിച്ചു കൊടുക്കണം. അത് കുറേശ്ശെയായിട്ട് ഓരോരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. ഒരു 6 ടേബിൾ സ്പൂൺ പാൽ ഇതിന് കറക്റ്റ് അളവാണ്. ഒരുപാട് പാല് കൂടി പോകരുത്. നമുക്ക് കുഴച്ചെടുക്കേണ്ട പരുവത്തിലാണ് വേണ്ടുള്ളത്. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് വേണം, ഒരു 1/4 കപ്പ് തേങ്ങ. അതുപോലെ തന്നെ ചുക്കുപൊടി വേണം, കുറച്ച് കിസ്മിസ്, പിന്നെ ഈന്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത്, കുറച്ച് കാഷ്യൂനട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത്, പിന്നെ നെയ്യ് വേണം. അതുപോലെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാര കൂടി വേണം. ഇനി നമുക്കിതൊന്ന് ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അതിനായി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് കിസ്മിസ് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഫില്ലിങ് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് തീ മാത്രമേ വെക്കാവൂ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കാം. തേങ്ങ ചിരകിയത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഈന്തപ്പഴം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ മധുരം ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തതാണ്, ഇത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടിച്ചെടുക്കരുത്, ചെറിയ പീസസ് ആയിട്ട് കിടക്കുന്നതാണ് കഴിക്കാൻ ടേസ്റ്റ്. അതും ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ചേർക്കുന്നത്. ചുക്കുപൊടി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് എടുക്കുക. അതിൽ നിന്ന് ചെറിയ പീസസ് ആയിട്ട് എടുക്കുക. ഇത് കൈകൊണ്ട് ചെറിയ ഉരുളകളാക്കി ജസ്റ്റ് ഒന്ന് പരത്താം. ജസ്റ്റ് കൈകൊണ്ട് തന്നെ പരത്താം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒന്ന് നിറച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് പരത്തിയെടുക്കാൻ പാടാണെങ്കിൽ ജസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്ന പ്രസ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താലും മതി. കുറേശ്ശെ ഫില്ലിംഗ് വെച്ച് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുത്തത്. ഇനി അതുപോലെ പിന്നെയുള്ള ബാക്കിയുള്ള മാവിൽ നിന്നും എടുത്തിട്ട് ഫില്ല് ചെയ്യാം. ഞാനങ്ങനെ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഒരു 5 ബോൾസ് ആയിട്ടാണ് കിട്ടിയത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായ ശേഷം ഓരോന്നും ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടും.
നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാം തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ അടുത്തതും ഫ്രൈ ചെയ്തെടുക്കാം. അതും റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് കൊണ്ടുള്ള ഈ ഒരു ഈസി സ്നാക്ക് നിങ്ങൾ ആരും ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തീർച്ചയായും ഈ സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീണ്ടും അടിപൊളി ഒരു പുതുമയുള്ള വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.